ഹലോ, ഞങ്ങളിപ്പോൾ അങ്കമാലി KSRTC സ്റ്റാൻഡിലുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു. ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള റസ്മിൻ ബായും അപ്സരയും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം KSRTC ബസ് ഡ്രൈവറിൽ നിന്ന് അവർക്ക് നേരിട്ട ഒരു മോശം അനുഭവമാണ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ വണ്ടി റൈറ്റ് സൈഡിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന KSRTC ഇൻഡിക്കേറ്റർ പോലും ഇടാതെ പെട്ടെന്ന് റൈറ്റിലോട്ട് വളഞ്ഞിട്ട് അപകടകരമായിട്ടുള്ള രീതിയിൽ വണ്ടി വളച്ചിട്ട് പോയി. അപ്പോൾ ഇതവർ ചോദിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഈ KSRTC ബസ് ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെയും അയാൾ അവരെ ഇടിക്കുന്ന രീതിയിലൊക്കെ വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ വീഡിയോയിൽ വന്ന് പറയണത്. എന്തായാലും പെട്ടെന്ന് ആ ബസ് റൈറ്റിലോട്ട് ടേൺ എടുക്കുന്ന സമയത്ത് അപ്സരയുടെ തലയൊക്കെ വന്ന് വണ്ടിക്കകത്ത് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ എന്താണ് റസ്മിൻ ബായ് പറയുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഹലോ, ഞങ്ങളിപ്പോൾ അങ്കമാലി KSRTC സ്റ്റാൻഡിലുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡ് ചേർന്നാണ് പൊക്കോണ്ടിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട KSRTC, അതും ബസ് നമ്പർ ഇപ്പൊ പറയാം. ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത്. ബസ് നമ്പർ KL 15A 2308 KL 15A 2308 എന്ന് പറയുന്ന ബസ്സാണത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ MVD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധാരണ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം KSRTCക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റുമോ? ഇവർക്ക് ഈ പറയുന്ന ക്യാമറയും കാര്യങ്ങളും ഒന്നും ഇവർക്കൊന്നും ഒരു ബാധകമേ അല്ല. തോന്നി കണക്ക് വണ്ടി ഓടിക്കുവാണ്. വളരെ ഡേഞ്ചർ ആയിട്ട് ആൾക്കാരെ ഇടിച്ച് കൊല്ലാൻ പോകുന്ന രീതിയിലാണ് ഇവന്മാരുടെയൊക്കെ വണ്ടി ഓടുത്ത കണ്ടു കഴിഞ്ഞാൽ. കാര്യം KSRTCയിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഒരു പോക്കും രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ശരിക്കും മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിലൊക്കെയുള്ള ഒരു കേസിലാണ് ഇടപെടേണ്ടത്. കാര്യം വെറുതെ വന്നിരുന്ന് നമ്മൾ വായ്ത്താളം അടിച്ചിട്ടല്ല കാര്യം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ടത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഈ അടുത്തും ഒരു 3 പിള്ളേർ ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു സ്കൂട്ടി ഓടിക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വന്ന് ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം, ഈ വണ്ടിയുടെ ഓണർഷിപ്പ് ആരുടെ പേരിലാന്നൊക്കെ ചോദിച്ച് ഭയങ്കര രീതിയിൽ പുള്ളിക്കാരൻ കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ശരിക്കും ഈ KSRTC ബസ് ഡ്രൈവർമാരെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത്. കാര്യം വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. ആ ബസ് ഞങ്ങൾ ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു. ഞങ്ങൾ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചപ്പോ സഡനായിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് വയ്യാണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തി. വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിട്ട് ചേട്ടാ എന്താ ഉദ്ദേശിച്ചത്, എന്താ കാണിച്ചതെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ എന്റെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഉണ്ടാതെ ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് പോയത്. എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത്. അല്ലെങ്കിൽ എന്റെ കാലിൽ ടയർ കയറ്റിട്ട് അയാള് പോയത്. അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനില് KSRTC സ്റ്റേഷനില് കംപ്ലൈന്റ് കൊടുത്തു. ബസ് തിരിച്ചിറങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്ന സമയത്ത് ഈ വണ്ടി ചേസ് ചെയ്ത് പിടിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെയും ഇവർ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ പറയുന്ന അങ്കമാലി സ്റ്റേഷനിലെങ്ങാണ്ട് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. കംപ്ലൈൻറ്റ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രൈവറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈവറെ കണ്ടിട്ട് പിന്നെയും ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് പോലും അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് എന്തുകൊണ്ടാണ് അയാൾ റിയാക്ട് ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് തന്നെയല്ലേ അല്ലേ? ശരിക്കും ഇവർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് നിങ്ങളൊന്ന് കാണണം. ഇവർ തെറി പറയുവാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം റസ്മിൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന ബസ്സിൻ്റെ മുന്നിൽ കയറിയിട്ട് ബസ് ഇങ്ങനെ ഇട്ട് കൈയിട്ട് തട്ടിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പിന്നെ ഇവർ എടോ ഒന്നും എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചതെന്നാണ് കുറേ ആൾക്കാർ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അപ്സരയുടെ ഭാഗത്ത് നിന്ന് കൈരളി TVക്കകത്ത് കൊടുക്കുന്നുമുണ്ട്. അതിൽ ബാക്കിയുടെ കാണാം. ചേട്ടൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നത്. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി എന്റെ നേർക്ക് നേരെ എന്നെ ഇടിച്ചിടിച്ചാ വന്നത്. ബാക്കിലേക്ക് ഞങ്ങൾ സൈഡ് നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇയാൾ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ ഇടിച്ചിടിച്ച് ഇങ്ങനെ പോവാ. അപ്പൊ അവിടെ കണ്ടുകൊണ്ടുള്ള കുറെ ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു. എന്നിട്ട് അയാൾ വണ്ടി പോലും നിർത്താണ്ട് പെട്ടെന്ന് ഇവളെങ്ങനെ ഇടിച്ചിട്ട് ഇവളെ ദേഹത്ത്
കറക്റ്റ് ഇങ്ങനെ ചെസ്റ്റിലെ ലെവലാണ് ബസ് നിന്നേക്കുന്നത്. ഇവള് പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറി. ഇവളും ബാക്കിലേക്ക് സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാൾ ഒന്നും മിണ്ടാണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് ഫാസ്റ്റിൽ അങ്ങ് ഇടിച്ചിട്ട് അങ്ങ് വണ്ടി എടുത്ത് പോവാ. അപ്പൊ ഞങ്ങളിപ്പോ KSRTC സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്രമാത്രം പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ആള് ഒരാള് ഫ്രണ്ട് നിൽക്കുമ്പോഴത്തേക്ക് 2 പ്രാവശ്യവും ഇവിടെ വണ്ടി ഇടിച്ചിടാൻ വേണ്ടി ഒട്ടും നമുക്ക് ഒരു മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും തരാനാണ്. ആ സമയത്ത് ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോ കണ്ടിരുന്ന എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ട് സ്റ്റേഷൻ മാഷിന്റെ അടുത്ത് വന്നിട്ട് പറയുകയും ഞങ്ങളുടെ ഒപ്പം അവരും പറഞ്ഞു, ഇവിടെ കൂടി നിന്ന നാട്ടുകാരും പറഞ്ഞു വണ്ടി നിർത്താം. പക്ഷെ അയാള് വണ്ടി നിർത്താതെയാണ് പോയത്. ഇടിച്ചിട്ടാ പോയത്. അയാളെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് KSRTC ആക്സിഡൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. പല സ്ഥലത്ത് പല ആക്സിഡൻസും ഇപ്പോഴും നടക്കുന്നുണ്ട്. വാർത്തയായിട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. കാര്യം വലിയ ആക്സിഡൻസ് കേസസ് ആണ് കൂടുതലായിട്ട് ഇത് കണക്ക് വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗണേഷ് കുമാറെ പോലെയുള്ള ആൾക്കാർ നിലയ്ക്ക് നിർത്തേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് അപ്സര കൈരളി TV സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടുനോക്കാം. നമുക്കിപ്പോ കോഴിക്കോട് ഇന്നൊരു ഷൂട്ട് ഉണ്ട്. അപ്പൊ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഞാനും എന്റെ ഒരു സുഹൃത്തും നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന റസ്മിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ കാറിൽ പോകുമ്പോ ഈ അത്താണി എത്തുന്ന സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ സാധാരണ ഇങ്ങനെ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡില് ഈ ബസ് നിർത്തിയിട്ടേക്കുവായിരുന്നു. ആൾക്കാരെന്തോ കയറ്റാൻ വേണ്ടി നിർത്തിയിട്ടേക്കുക. അപ്പൊ ഞങ്ങള് നോർമൽ പോകുന്ന പോലെ പോയപ്പോ ഇയാള് സിഗ്നൽ ഇടുവോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് ഭയങ്കര സ്പീഡില് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് അങ്ങ് കയറി. അപ്പൊ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങള് ഡിവൈഡറിന്റെ അടുത്തേക്ക് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തി വണ്ടി. അപ്പൊ ഞങ്ങളെല്ലാരും പോയി ഇടിക്കുകയും തലയൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളി ഒന്നും നോക്കാണ്ട് പുള്ളി ഭയങ്കര സ്പീഡിൽ വണ്ടി എടുത്ത് അങ്ങ് പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് ഷൂട്ട് ഉള്ളതാ. പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയി. അപ്പം എന്നിട്ട് അതൊന്നും കുഴപ്പമില്ല വെച്ചിട്ട് ഞങ്ങൾ പോയി അങ്കമാലി എത്തിയപ്പോ ഈ വണ്ടി വീണ്ടും ആൾക്കാരെ കയറ്റാൻ വേണ്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണ കണ്ടു. അപ്പൊ ഞങ്ങളുടെ സൈഡിലേക്ക് വണ്ടി കാറ് നിർത്തിയിട്ട് ജസ്റ്റ് ഈ കുട്ടി അയാളുടെ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് റോഡിൽ നിൽക്കുക കേട്ടോ. മെയിൻ റോഡിൽ നിന്നിട്ട് പുള്ളിക്കാരന് ചേട്ടൻ എന്തായി കാണിച്ചേ, ഞങ്ങളുടെ ദേഹത്ത് ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി പോലും ഞങ്ങളുടെ തലയൊക്കെ മുട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് ഇവളുടെ ദേഹത്തേക്ക്, കാരണം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ആൾക്കാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇവളുടെ കാലിന്റെ സൈഡിൽ കൂടെ ടയർ കയറിയനെ. ഈ ഒരു വോയിസിനകത്ത് കുറച്ചും കൂടിയൊക്കെ ക്ലാരിറ്റി ഉണ്ട്. റസ്മിന്റെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനിനി ഇതിന്റെ താഴെ വന്ന കുറച്ച് കമന്റ്സ് വായിക്കാം. അതിനുശേഷം നമുക്ക് ആ വോയിസ് കേൾക്കാം. അതെങ്ങനെ നിങ്ങൾ അയാളെ വിളിച്ചത് ചേട്ടാ ഒന്നും അല്ലല്ലോ, ഡോ എന്നല്ലേ. അയാൾ ഒരു വഴക്കിന് നിൽക്കാതെ പോയി. നിങ്ങൾ ടയർ അടിയിൽ കൊണ്ട് അല്ലല്ലോ കാല് വെക്കേണ്ടത്. ഇതിൽ അയാളുടെ തെറ്റൊന്നും കണ്ടില്ല. ഇന്ന് മാക്സിമം പുരുഷന്മാർ മിണ്ടാത്തത് പോകുന്നത് കാരണം അവർക്ക് പിഴയും ഹാർട്ട് അറ്റാക്ക് മാത്രമാണ് ഫലം. അയാൾ കാണിച്ചതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. നിൻ്റെയൊക്കെ തറ ജാട കാണാൻ അയാൾ വണ്ടിയും നിർത്തി ഇറങ്ങി വരണമായിരുന്നോ? ഇയാൾ വണ്ടി മാന്യമായി വളച്ച് പോയി നിന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ നീ അയാളെ പോയി എടാ ഡോ എന്നൊക്കെ വിളിക്കുന്നത് വീട്ടിൽ അപ്പനെ വിളിച്ചുള്ള ശീലത്തിലായിരിക്കുമല്ലേ. അതിനൊക്കെ ഏകദേശം 1900 പേരാണ് ഈ കമൻസിനൊക്കെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെ പറ്റിയിട്ട് ഒരു മനുഷ്യരും പറയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ബുദ്ധിയില്ലേ ആൾക്കാർക്ക്? കാര്യം ഇത് അവസാനത്തെ ആ ഒരു സീൻ മാത്രമാണ് നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. ഇത് ഒരു വട്ടം പോയി ചോദിച്ചു, മിണ്ടിയില്ല. 2 വട്ടം ചോദിച്ചു, മിണ്ടിയില്ല. 3ാമത്തെ വട്ടം മിണ്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ആ ഡ്രൈവറിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായതിന്റെ പേരിലല്ലേ? അല്ലെ അയാൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ അയാൾക്ക് പറയാം, ഞാനത് കണ്ടില്ല, അല്ലെ സോറി എന്ന് പറഞ്ഞാൽ അത് അവിടെ തീരുന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളൊക്കെ KSRTC ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലാണ് ഇവരൊക്കെ പലപ്പോഴും വണ്ടി ഓടിക്കുന്നതെന്ന്. ശരിക്കും നമ്മുടെയൊക്കെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ എടുക്കേണ്ടത്. നല്ല ബാക്കിയോടെ കേട്ടു നോക്കാം. ഇവളുടെ ദേഹത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് പുള്ളി വീണ്ടും ഭയങ്കര സ്പീഡിൽ അങ്ങ് വണ്ടി എടുത്തു. അപ്പൊ ഇവിടെ റൈറ്റിലേക്ക് ചാടി. അപ്പൊ ഭാഗ്യത്തിന് അപ്പൊ വേറെ വണ്ടിയൊന്നും വരാത്തോണ്ട് അവർക്ക് വേറെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അതെ അപ്സര, നമുക്കും ആ ദൃശ്യങ്ങൾ ഇത് വ്യക്തമാണ്. ഈ ഒരു ഇങ്ങനൊരു അനുഭവം ഉണ്ടായതിനു ശേഷം ഔദ്യോഗികമായി ഇതിന് പരാതി നൽകിയിട്ടുണ്ടോ?
ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. കാരണം ഞങ്ങള് അതിനുശേഷം പുള്ളി ഈ വണ്ടി എടുത്തിട്ട് അങ്കമാലിയിൽ പോയപ്പോൾ ഞങ്ങൾ അങ്കമാലി സ്റ്റാൻഡിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി കയറിയതാ. അപ്പോൾ ഈ സ്റ്റാൻഡിൽ വണ്ടി കിടക്കാനിട്ട് ഞങ്ങൾ ജസ്റ്റ് കൈ കാണിച്ചു വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. ഇയാള് ആ ദൃശ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ ഭയങ്കര ടെൻഷനായി പോയി. കാരണം ഇവളുടെ ദേഹത്ത് വണ്ടി കയറുമെന്ന് പേടിച്ചിട്ട് നമുക്കപ്പം വീഡിയോ ഒന്നും ആ സമയത്ത് ആരും ഷൂട്ട് ചെയ്യത്തില്ലല്ലോ. എന്നിട്ട് അങ്കമാലിയിൽ എത്തിയ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്നിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇവരുടെ ഫ്രണ്ടിലേക്ക് അത് വീഡിയോയിൽ കറക്റ്റ് ഇല്ല, നെഞ്ചത്തേക്ക് ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് വരിക. അപ്പൊ ഇവർ ബാക്കിലേക്ക് മാറുന്നതോടെ ഇയാൾ വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ ഈ അവിടെ നിന്ന് കണ്ടു നിന്ന ആൾക്കാർ അവിടെയും ഈ അങ്കമാലി സ്റ്റേഷനിലും ആൾക്കാർ ഓടി വന്നിട്ട് എല്ലാരും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ ഇവരുടെ ദേഹത്തേക്ക് ഇയാൾ വണ്ടി അങ്ങ് എടുത്തു. അപ്പൊ ഇവർ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ചാടിയപ്പോ ഇയാൾ സ്പീഡിന് വണ്ടി എടുത്ത് വീണ്ടും അങ്ങ് പോവാ. ഇപ്പൊ 2 സമയത്തും ഈ സെയിം കാര്യം ഇയാൾ ചെയ്തു. എന്നിട്ട് അവിടെ കണ്ടു നിന്ന ആൾക്കാർ എന്നെ വന്നിട്ട് സ്റ്റേഷൻ ഞങ്ങൾ കേട്ടിട്ട് ഇവരുടെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും KSRTC ബസ് ഡ്രൈവറിനെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും എന്ന് കണ്ടറിയാം. എന്തായാലും ഇത്തരത്തിലൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കണ്ടിട്ട് റിയാക്ട് ചെയ്തത് തന്നെ വലിയൊരു കാര്യം ഇങ്ങനെയുള്ള രീതിയിൽ കഴിവതും വണ്ടി ഓടിക്കാതിരിക്കുക. കാര്യം ഈ പറയുന്ന ഡ്രൈവറോടുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കും അത്രയും ജനങ്ങൾ അല്ലെങ്കിൽ അത്രയും യാത്രക്കാർ ആ ഒരു വണ്ടിക്കകത്തിരിക്കുന്നത്. സോ ആ ഒരു വിശ്വാസം നിങ്ങളായിട്ട് കൊണ്ടുവന്ന് നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.